ലേണിംഗ് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഹെൽത്ത് എക്കണോമിക്സ്, കോഡ് നമ്പർ MHH015. ഹെൽത്ത് എക്കണോമിക്സ് എന്ന് പറയുന്നത് ആരോഗ്യ സാമ്പത്തിക ശാസ്ത്രമാണ്. സാമ്പത്തിക ശാസ്ത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ആരോഗ്യ മേഖലയിൽ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് വെച്ച് ഒരു സ്പെഷ്യലൈസ്ഡ് ഒരു സ്റ്റഡി ആയിട്ട് മാറുകയാണ് ഹെൽത്ത് എക്കണോമിക്സ്. നമ്മൾ 4 ബ്ലോക്ക് ആയിട്ടാണ് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ബ്ലോക്ക് ഹെൽത്ത് കെയർ ഫിനാൻസിങ്. ഈ ഹെൽത്ത് കെയർ ഫിനാൻസിങ്ങിനെ തന്നെ അതിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് മോഡൽസ് ഓഫ് ഹെൽത്ത് കെയർ ഫിനാൻസിങ് സിസ്റ്റം. ഈ ഒരു ബ്ലോക്ക് പഠിക്കുന്നതോടുകൂടി നമ്മൾക്ക് എന്തൊക്കെയാണ് ഇതിന്റെ സ്ട്രക്ചറുകളെന്ന്, ഗ്ലോബലി എന്തൊക്കെ ഹെൽത്ത് കെയർ സിസ്റ്റംസ് അവൈലബിൾ ആണ്, അതൊക്കെ ഒരു മോഡൽ രൂപത്തിലാണോ എന്നത്, ഏതൊക്കെ മോഡലുകളാണ് ഫിറ്റബിൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ആക്സസ്, എല്ലാവർക്കും ഒരുപോലെ നീതിപൂർവമായിട്ടുള്ള ആരോഗ്യ പരിപാലനം കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഫിനാൻസിന്റെ മോഡലുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കും. 2, അത് എന്യൂമറേറ്റ് ചെയ്യും, ഓരോന്നും എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പഠിക്കും. വ്യക്തമായി പഠിക്കുന്നതിലൂടെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മനസ്സിലാക്കി ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നമുക്ക് കണ്ടു. നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്, രണ്ടാമത് ടെർമിനോളജീസ്, 3 മോഡൽസ് ഓഫ് ഹെൽത്ത് കെയർ ഫിനാൻസിങ് സിസ്റ്റംസ്, പിന്നെ അതിന് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഓരോരോ കോമ്പണൻസ് എന്തൊക്കെയാണ്, ഇന്ത്യയിൽ എന്തൊക്കെ മോഡലുകളുണ്ട്, ഡിഫറെന്റ് കൺട്രീസിൽ എന്തൊക്കെയാണ് മോഡലുകൾ, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് സമ്മപ്പ് ചെയ്യുക, കുറച്ച് ഗ്ലോസറി കാര്യങ്ങൾ, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും, പിന്നെ ഫർദർ റീഡിങ്സിന് വേണ്ടി നമുക്ക് തുടങ്ങാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആരോഗ്യ മേഖല ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് മുന്നോട്ട് പോകാനുള്ള കാരണം അതിനൊരു കൃത്യതയായിട്ടുള്ള ഒരു പരിപാലനം നേടിയത് കൊണ്ടാണ്. അതിന് നമ്മൾ ഹെൽത്ത് കെയർ സിസ്റ്റംസ് എന്ന് പറയുന്നു. ആ ഹെൽത്ത് കെയർ സിസ്റ്റങ്ങള് നമ്മൾ ഒരു സാമ്പത്തിക ചട്ടക്കൂട്, ഇക്കണോമിക് ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് കൃത്യമായിട്ട് പരിപാലിക്കുന്നത്. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, ഒരു പനിക്ക് വേണ്ടി ചെന്നു, പനിയായിട്ട് ചെന്നപ്പോൾ നമ്മൾ കൺസൾട്ടേഷൻ ഫീസ് കൊടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, ഡോക്ടർ മരുന്ന് കുറിച്ച് തരുന്നു, മരുന്ന് പോയി വാങ്ങുന്നു, നമ്മൾ അത് കഴിക്കുന്നു, അസുഖം മാറുന്നു, പനി മാറുന്നു. അപ്പൊ ഇവിടെ ഒരു സർവീസ് നമ്മൾ ഡോക്ടറെ അടുത്ത് മേടിക്കുകയാണ്, അതിന് നമ്മളൊരു പേയ്മെന്റ് കൊടുക്കും. മെഡിസിൻ അവരൊരു സർവീസ് തരികയാണ്, മെഡിസിൻ ആയിട്ട് നമുക്ക് തരികയാണ്, അതിനൊരു പേയ്മെന്റ് കൊടുക്കും. അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് എന്ത് സംഭവിക്കും? ആരോഗ്യമുണ്ടാകും. അപ്പൊ ഒരു സൈക്കിള് പോലെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാല് നമുക്കിപ്പോ ഇതാണ് കാര്യം. ഇനിയിപ്പോ ഇൻഷുറൻസിന്റെ ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്കൊരു ഹോസ്പിറ്റൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യും. നേരത്തെ കൊടുത്ത നമുക്ക് ആരോഗ്യ സമയത്ത് കൊടുത്ത ഇൻഷുറൻസിന്റെ നമുക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന സമയം, ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായപ്പോൾ നമ്മളത് ക്ലെയിം ചെയ്യും, അത് നമുക്ക് കിട്ടുന്നു. അപ്പൊ ഒരു സാമ്പത്തിക ചട്ടക്കൂട് മനസ്സിലാക്കും. അത്രയും മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നമ്മൾ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ റിസോഴ്സുകളെല്ലാം ജനറേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഓരോരുത്തർക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അൾട്ടിമേറ്റ്ലി എന്താ, നമ്മൾ സർവീസ് കൊടുക്കും, കമ്പാഷനേറ്റ് ആയി കെയറിങ്ങോട് കൂടെ ഒരു സർവീസ് കൊടുക്കും. ആ സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് അതിനൊരു സാമ്പത്തിക ചട്ടത്തിനുള്ളിൽ വെച്ചാണ് നമ്മൾ സർവീസ് കൊടുക്കുന്നതെന്ന്. അപ്പൊ ഹെൽത്ത് എക്കണോമിക്സ്, സാമ്പത്തിക ആരോഗ്യ മേഖലയിൽ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നതോടുകൂടെ നമ്മുടെ പേഴ്സ്പെക്റ്റീവിന് ഒരു ഷിഫ്റ്റ് വരികയാണ്. അതായത് എങ്ങനെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്തു, എങ്ങനെ ഒരാൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്തു എന്ന് തൊട്ട് തുടങ്ങിയിട്ട് ഇത് എങ്ങനെ ഓർഗനൈസ് ചെയ്തു, എങ്ങനെ ഫിനാൻസ് ചെയ്തു, എങ്ങനെ അത് സസ്റ്റെയിൻ ചെയ്തു പോകുന്നു. ഒരു ഹോസ്പിറ്റൽ മാനേജ് ചെയ്യും. ഹോസ്പിറ്റലിൽ രോഗി വരുന്നു, രോഗി വന്നിട്ട് രോഗി ഡോക്ടറെ കാണുന്നു, സർവീസ് കിട്ടുന്നു, സർവീസ് കിട്ടുന്ന രോഗിക്ക് അസുഖം മാറുന്നു, ഡോക്ടർക്ക് റെമ്യൂണറേഷൻ, സാലറി കിട്ടുന്നു. അപ്പൊ പലതരത്തിലുള്ള സാമ്പത്തിക കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ചാപ്റ്ററൊക്കെ പഠിക്കുന്നത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതെങ്ങനെ മാനേജ് ചെയ്യാം, നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നിൽക്കുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റും റെപ്യൂട്ടേഷനെയും മാനിച്ചുകൊണ്ടും അതുപോലെ തന്നെ ആളുകൾക്ക് പോപ്പുലേഷന് ഹെൽത്ത് അഫോർഡബിൾ ആയിട്ടുള്ള ഹെൽത്ത് കെയറുകൾ കൊടുക്കണം. ഇതാണ് നമ്മളുടെ
മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഇത് ഈ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതിനെ നമുക്ക് പല മോഡലുകളായിട്ട് തിരിക്കാം. അത് എങ്ങനെയാണ് സർവീസ് പേ ചെയ്യുന്നത്, എവിടെ നിന്നൊക്കെ റവന്യൂ, എവിടെ നിന്നൊക്കെ നമുക്ക് പൈസ കിട്ടുന്നുണ്ട്, അതെങ്ങനെ ഓപ്പറേഷണൽ എഫിഷ്യന്റോട് കൂടെ എങ്ങനെ കൃത്യമായിട്ട് ഇപ്പൊ നമുക്ക് ഒരു 1000 രൂപ കിട്ടി, ഹോസ്പിറ്റലിലേക്ക് ഒരു 1000 രൂപ കിട്ടി, 10 കാര്യങ്ങളുണ്ട്. അപ്പൊ 10 കാര്യത്തിലേക്ക് 10 രൂപ വെച്ച് കൊടുക്കണോ, അല്ലെങ്കിൽ ഒന്നിൽ 50 കൊടുത്തിട്ട് ബാക്കി ഡിവൈഡ് ചെയ്യണോ എന്നൊക്കെയുള്ളത് നമ്മളാണ് ഡിവൈഡ് ചെയ്യുന്നത്. നമ്മൾക്ക് മനസ്സിലാവണം, അഡ്മിനിസ്ട്രേറ്റേഴ്സിന് മനസ്സിലാവണം എന്ത് ചെയ്യണം എന്നുള്ളത്. പിന്നെ ടെക്നോളജിയുടെ ആവശ്യം വരും, അത് ഇൻവെസ്റ്റ്മെന്റിലും ആവശ്യം വരും. പിന്നെ ഇക്വിറ്റബിൾ ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ അത് ആവശ്യാനുസരണം പണം അല്ലെങ്കിൽ റവന്യൂ എന്തോ ആയിക്കോട്ടെ അത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്തു കൊടുക്കുക, ഒരു ഇക്വിറ്റബിൾ ആക്സസ് ഹെൽത്ത് കെയറിൽ ഉണ്ടാക്കുക. ഇതൊരു മോഡലായിട്ട് മാറും. നമ്മളിപ്പോ സ്കൂളിലൊക്കെ മോഡലിംഗ് ചെയ്തു, അതുപോലെ ഒരു മോഡലായിട്ട് മാറുന്നു. ഇത്തരം മോഡലുകൾ ഉപയോഗിക്കുന്നതോടുകൂടി നമുക്കുള്ള ഒരു യൂസ് എന്ന് വെച്ചാൽ ഈ റീഇൻവെസ്റ്റ്മെന്റ് ഡിലേ ആവുന്നത് ഒഴിവാക്കാം. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ് ഓൺ പേഷ്യൻസ്. ഈ ആളുകൾക്ക് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ്, അവര് ഒരു സർവീസ്, ഒരു കോംപ്ലക്സ് കെയറിന് അവരുടെ പോക്കറ്റ് പൈസ എല്ലാവർക്കും പറ്റിയത് ബേർഡൻ ആണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ് വരുന്നത്. പിന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഒക്കെ കൂടുതലും കൊണ്ടുവരിക. അതുകൊണ്ട് ഒരു സ്ട്രാറ്റജിക് ആയിട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. റിസോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രൊഫഷണൽസ് ആകാം, മറ്റെന്തുവാകാം, നമ്മൾ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തുവാകാം, അതൊക്കെ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് ഒരു 10 ഡോക്ടേഴ്സും ഒരു നഴ്സുമാരുണ്ട്, നമ്മൾക്ക് ഒരു 10 വാർഡുണ്ട്. അപ്പം ഓരോ ഡോക്ടർമാരെ ഓരോ വാർഡിലേക്ക്, അതുപോലെ നഴ്സുമാരെ ആവശ്യാനുസരണം. ഇപ്പൊ ചില ഡിപ്പാർട്ട്മെന്റിൽ കൂടുതൽ നഴ്സുമാരെ ആവശ്യമുണ്ട്, അപ്പൊ അവിടേക്ക് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്തു. അങ്ങനെ സാഹചര്യം അനുസരിച്ച് ആവശ്യകത അനുസരിച്ചിട്ട് പെരുമാറാം. കാഷ്വാലിറ്റിയിലുള്ളത് പോലെ ആയിരിക്കില്ല ഐസിയുവിന് വേണ്ടി വരിക, ആൾക്കാരുടെ റിസോഴ്സസ് ആവശ്യമില്ല. ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ മോഡലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് കൊടുക്കുകയാണ്, എങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന റവന്യൂ കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടെർമിനോളജീസ് പഠിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, എഴുതാം. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ direct payment made by patients to healthcare providers at the point of service. 3 കാര്യങ്ങൾ. ഒന്ന്, ഡയറക്റ്റ് പേയ്മെന്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്യുന്നു. ആര് ചെയ്യുന്നു? പേഷ്യന്റ് ചെയ്യുന്നു. ആർക്ക് ചെയ്യുന്നു? ഹെൽത്ത് പ്രൊവൈഡേഴ്സ് ചെയ്യുന്നു. എപ്പോ ചെയ്യുന്നു? at the point of service. Consultation out of the expenditure. ഇന്ത്യയിലൊക്കെ എക്സ്പെൻഡിച്ചർ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ്, നമുക്ക് പണം, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ഇന്ത്യയിലെ ആളുകൾക്ക് കൂടുതലാണ് ബാക്കി രാജ്യത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ, രണ്ടാമതാണ് പബ്ലിക് ഫിനാൻസിങ്. പബ്ലിക് ഫിനാൻസിങ് എന്ന് പറയുന്നത് ഫണ്ട്സ് കളക്ടഡ് ത്രൂ ജനറൽ ടാക്സേഷൻ ഓഫ് സ്പെസിഫിക് ഗവൺമെന്റ് aims for universal access to government പ്രൈമറി പേ. ഇതെന്താ പറയുന്നത് വെച്ചാല് നമ്മുടെ UK-ലൊക്കെ നാഷണൽ ഹെൽത്ത് സർവീസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് അവിടെ ഗവൺമെന്റ് ആണ് പൈസ കൊടുക്കുന്നത്, ഒരു ഡയറക്റ്റ് പേയ്മെന്റ് ആവശ്യമില്ല. മനസ്സിലാവുണ്ടോ? നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നു, അവര് പേയ്മെന്റ് ചെയ്യുന്നു, നമ്മൾ ഡോക്ടറെ കാണിക്കുന്നു, സർവീസ് വാങ്ങുന്നു. ഓക്കെ, മൂന്നാമതാണ് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ്. Voluntary schemes where individuals or employers pay premiums to private insurers who then reimburse providers for service rent. ഇതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൈവറ്റ് ആയിട്ട് നമ്മളിപ്പോ സ്റ്റാർ ഹെൽത്തിലൊക്കെ പ്രൈവറ്റ് ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള ഇൻഷുറൻസ് ചെയ്യുന്നുണ്ടല്ലോ. അതിന് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മളൊരു പ്രീമിയം അടയ്ക്കും, എന്നിട്ട് നമുക്കൊരു ഹെൽത്ത് നീഡ് വരുമ്പോൾ നമ്മൾ ആ പ്രീമിയം അടച്ചത് ക്ലെയിം ചെയ്യുന്നു, റിംബേഴ്സ്മെന്റ് ചെയ്യുന്നു. ചില സമയത്ത് കൊടുക്കേണ്ടി വരും, ചില സമയത്ത് ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യും. അപ്പൊ ഇത് ഇൻഷുറൻസ് കമ്പനിക്കാരും ഹോസ്പിറ്റലും തമ്മിലുള്ള ഇടപാട്, നമ്മൾ അതിനകത്ത് വലിയ ഡീലിങ്സ് വരുന്നു. ഇനി അടുത്തതാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. മാൻഡേറ്ററി കോൺട്രിബ്യൂഷൻസ് ഫ്രം ദ എംപ്ലോയീസ് ആൻഡ്
employers to the public or quasi-public sector fund. Covers specific occupational groups or entire population. ഇതൊക്കെ ജർമ്മനിയിലുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ഒക്യുപ്പേഷൻ എന്ത് ആൾക്കാർ ജോലി ചെയ്താലും ആ ഒക്യുപ്പേഷൻ അടിസ്ഥാനമായിട്ട് ടാക്സ് കൊടുക്കും. അത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് എംപ്ലോയി ഒരു സിക്നസ് ഫണ്ട് ആയിട്ടാണ് പോകുന്നത്. അത് സിക്നസ് ഫണ്ട് ആയിട്ടാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ ഫണ്ട് ഉപയോഗിച്ച് വരുന്ന സർക്കാർ കാര്യങ്ങൾ ചെയ്യുന്നത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവരും, അതായത് എംപ്ലോയേഴ്സും എംപ്ലോയീസും ഇതുപോലെ പൈസ കൊടുക്കും. ജർമ്മനിയിലെ ഉള്ളത്. അടുത്തത് എക്സ്റ്റേണൽ ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഫോറിൻ ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫിക് ഓർഗനൈസേഷൻ ഇൻവെസ്റ്റ് ചെയ്യും. WHO എന്ന് ചെയ്ത് ഇന്നൊരു പ്രോഗ്രാമിന് വേണ്ടി ചെയ്യും, അല്ലെങ്കിൽ വേണ്ടിയിട്ട് ഇത്ര എന്ന് പറയുന്നത് പോലെ തന്നെ ഈ 5 കാര്യങ്ങളുടെ റവന്യൂ റേസിംഗ് മെക്കാനിസം, റവന്യൂ റേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയും മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്ത ഒരു സെഷൻ എന്ന് പറയുന്നത് ഫണ്ട് പൂളിംഗ്. പൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടിക്കണം, ശേഖരിക്കും. ഫണ്ടിനെ എങ്ങനെ ശേഖരിക്കും? ഇപ്പൊ മറ്റത് റവന്യൂവിനെ മേടിച്ചു കഴിഞ്ഞു. എങ്ങനെയൊക്കെ മെക്കാനിസം ഉപയോഗിച്ച് റവന്യൂ മേടിക്കാവോ അതൊക്കെ മേടിച്ചു. ഇനി അതിനെ ശേഖരിക്കുന്നതിന് നമുക്ക് പൂളിംഗ് എന്ന് പറയും. അക്യുമുലേഷൻ ഓഫ് കളക്ടഡ് ഫണ്ട് ഫ്രം various sources, taxes, premiums, or pocket common. നമ്മൾ ഇത് കളക്ട് ചെയ്യാണ്, ശേഖരിച്ച് വെക്കുകയാണ് ആവശ്യാനുസരണമായിട്ട് കൊടുക്കാനായിട്ട്. ഈ ശേഖരിക്കുന്ന എവിടുന്നാണ്? ടാക്സ് ആയിട്ട് ശേഖരിക്കാം, ഇൻഷുറൻസ് പൂളിംഗ് ആയിട്ട് കരുതപ്പെടും. ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഫിനാൻഷ്യൽ റിസ്ക് ഒരു ലാർജ് കോർപ്പറേഷൻ. അപ്പൊ ഒരു ഇൻഡിവിജ്വലെ പ്രൊട്ടക്ട് ചെയ്യാൻ, കാറ്റസ്ട്രോഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും എന്ന് വെച്ചാൽ, കാറ്റസ്ട്രോഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഒരാളുടെ അഫോർഡ് ചെയ്യാൻ പറ്റും ഷെൽട്ടറിലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആള് കുറവ് അവർക്ക് കൊടുക്കേണ്ടി വരും. ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, അതനുസരിച്ച് അവർക്ക് കടക്കണിയിലേക്ക് പോകാനുള്ള സാധ്യത വരും. അതാണ് ചുരുങ്ങിയിട്ട് ആ ഒരു വാക്ക് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പർച്ചേസിംഗ് ഓഫ് സർവീസ്. അപ്പൊ ആദ്യം നമ്മൾ റവന്യൂവിനെ റേസ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചു. റേസ് ചെയ്ത സാധനം നമ്മൾ ശേഖരിച്ചു വെക്കുന്ന പൂളിങ്ങിനെ പറ്റി പഠിച്ചു. മൂന്നാമത് എന്താ? പർച്ചേസിംഗ് ഓഫ് ദ സർവീസസ്. ഹൗ ദീസ് പൂൾ ഫണ്ട്സ് ആർ അലോക്കേറ്റഡ് ടു ദ പ്രൊവൈഡേഴ്സ്. ഓക്കെ. ഫീ ഫോർ സർവീസ്, FFS എന്ന് പറഞ്ഞാല് ഒരു ഇൻഡിവിജ്വൽ സർവീസിന് വേണ്ടിയിട്ട് ഒരു പ്രൊവൈഡേഴ്സിന് പേ ചെയ്യും. ഫോർ എക്സാമ്പിൾ, പല്ലുവേദനയ്ക്ക് നമ്മൾ ഡെന്റിസ്റ്റിനെ പോയി ഡെന്റിസ്റ്റിൽ നിന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, നമ്മൾ തിരിച്ചു വരും. അപ്പം ഓരോ ഇൻഡിവിജ്വൽ സർവീസിനും നമ്മൾ ഒരു സർവീസിന് വേണ്ടിയിട്ട് ഒരു ഫീസ് കൊടുക്കും. ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഓരോ സാഹചര്യം അനുസരിച്ച് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു MRI എടുത്തു, ഡെന്റിസ്റ്റ് കാര്യമല്ല അല്ലാതെ പറയാം, MRI എടുത്തു ഒരു കാര്യത്തിൽ നടുവിന്റെ. അപ്പൊ MRI ഒരു സ്കാനും MRI കോൺട്രാക്ട് രണ്ട് സ്കാൻ. അപ്പൊ എന്തെന്നാ ഓരോ സാഹചര്യം അനുസരിച്ചിട്ടും നമുക്ക് എഴുതുന്ന അനുസരിച്ചിട്ട് ഓരോത്തിന്റെ പേയ്മെന്റ് അതാണ് ഫീ ഫോർ സർവീസ്. സാഹചര്യം അനുസരിച്ച് കോസ്റ്റുകളിൽ സർവീസുകളിലും. ഇനി ക്യാപിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡേഴ്സ് റിസീവ് എ ഫിക്സഡ് പേയ്മെന്റ് പെർ പേഷ്യന്റ് സ്പെസിഫിക്. മറ്റേന്ന് വെച്ചാൽ ഒരു ഫീ ഫോർ സർവീസ് എന്ന് വെച്ചാൽ സർവീസ് അനുസരിച്ചിട്ടും പേയ്മെന്റിന്റെ മറ്റേ നമുക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് മാറും. ക്യാപിറ്റേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയില്ല, എന്ന് തന്നെ സർവീസ് കൊടുത്താലും ആ കൊടുക്കുന്നത് ഒരു ഫിക്സഡ് പേയ്മെന്റ് ആയിരിക്കും, regardless of how many services are provided. Incentivize cost efficiency, preventive care കൂടുതൽ. അടുത്തത് ഗ്ലോബൽ ബഡ്ജറ്റ്. Hospitals receive fixed lump sum for all services provided for a period of time, encouraging efficient resource management. Global budget ഹോസ്പിറ്റലിൽ ഇത്ര തുക ഇതിനു വേണ്ടി നിങ്ങൾ ചെലവാക്കും എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ അവർക്ക് അതനുസരിച്ചിട്ട് ഓരോ റിസോഴ്സ് അലോക്കേഷൻ ചെയ്യാം. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്.
റവന്യൂവിനെ കളക്ട് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്. രണ്ട്, കളക്ട് ചെയ്ത സാധനത്തെ ചെയ്ത് ഒന്ന് പർച്ചേസിംഗ് സർവീസ്. ഒരു സർവീസിനെ പർച്ചേസ് ചെയ്ത് മേടിക്കാം, പൈസ കൊടുത്ത് മേടിക്കാം. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് കോമ്പണൻസിൽ വരുന്നത്. ഏത് മോഡൽ ആയിക്കോട്ടെ, മൂന്ന് കാര്യങ്ങളാണ് കോമ്പണൻസ് ആയിട്ട്. ഒരു പേയേഴ്സ് വരും, ഒരു പർച്ചേസേഴ്സ് വരും, ഒരു പ്രൊവൈഡേഴ്സ് വരും. ഇനി അടുത്ത ഒന്നെന്ന് പറഞ്ഞാൽ പർച്ചേസേഴ്സിൽ വരുന്നു വാല്യൂ ബേസ്ഡ് കെയർ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് പേയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റ് മോഡൽസ് ദാറ്റ് ടൈ റീഇംബേഴ്സ്മെന്റ് ടു ദ ക്വാളിറ്റി ആൻഡ് ഔട്ട്കം ഓഫ് കെയർ റാദർ ദാൻ ജസ്റ്റ് ദ വോളിയം ഓഫ് സർവീസ്. അപ്പൊ എന്ന് വെച്ചാൽ എത്രത്തോളം സർവീസ് കൊടുക്കും, ആ സർവീസിന്റെ ക്വാളിറ്റി ഔട്ട്കം ഒക്കെ അനുസരിച്ചിട്ടാണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, അവിടെ സർവീസ് മോശമാണ് എങ്കിൽ ഇത്ര തുക കൊടുത്താൽ മതി എന്നുള്ള ഒരു ഇത് വരും. മറ്റേതിപ്പോ എന്താ, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അവിടെ എത്രയാണോ ആ ഫീസ് പറയുന്നു ആ ഫീസ് നമ്മൾ കൊടുക്കും. മറിച്ചതല്ല, ക്വാളിറ്റി ആൻഡ് ഔട്ട്കം അനുസരിച്ച് നല്ല ക്വാളിറ്റി നല്ല ഔട്ട്കം ഇത്ര തുക, ക്വാളിറ്റി അല്ലെങ്കിൽ അത് റീഇംബേഴ്സ്മെന്റ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് വാല്യൂ ബേസ്ഡ് കെയർ വരുന്നത്. എയിം ടു ഇൻസെന്റിവൈസ് ബെറ്റർ പേഷ്യന്റ് കെയർ അറ്റ് ലോ. അത് റവന്യൂവിനെ കളക്ട് ചെയ്യുന്ന പഠിച്ചു, അത് റൂൾ ചെയ്യുന്ന പഠിച്ചു, പർച്ചേസ് ചെയ്യുന്ന പഠിച്ചു. ഇനി എന്തൊക്കെയാണ് മോഡൽസ് എന്ന് പറയുന്നത്? ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളുടെ ഫോക്കസ്. എന്താ, പല മോഡലുകളും ഇന്ത്യയിലും അതേപോലെയുള്ള രാജ്യത്തും അത് ഏതൊക്കെയാണ് മോഡൽ എന്ന് മനസ്സിലാക്കുക. ഓരോന്നിന്റെയും ഫങ്ഷൻ മനസ്സിലാവുക. They serve the purpose they are meant to be. And pros and cons and advantages രണ്ട് ഇരുവശങ്ങളും മനസ്സിലാക്കി അൾട്ടിമേറ്റ്ലി നമ്മുടെ ഉദ്ദേശം എന്താ, ഏതാണോ ബെറ്റർ ഹെൽത്ത് കെയർ ഇത് കൊടുക്കുന്നത് ഇതിന്റെ കോമ്പണൻസ് ഞാൻ കോമ്പണൻസ് ഓഫ് ഹെൽത്ത് കെയർ ഫിനാൻസിങ് മോഡലിൽ നമ്മൾ പറഞ്ഞത് കെയർ ഉണ്ട്, ഒരു പർച്ചേസർ ഉണ്ട്, ഒരു പ്രൊവൈഡർ ഉണ്ട്. ഇതൊരു മൊസൈക്ക് മാതിരിയാണ്. ഇവര് മൂന്ന് പേരും എന്തായാലും ഈ മോഡലുകളിൽ കാണും. പെയർ എന്ന് പറയുന്ന ആള് entity that finances healthcare services provides the money to cover the health. ആരാണോ പണം കൊടുക്കുന്നത് ആ ഹെൽത്ത് കോസ്റ്റിനെ കവർ ചെയ്യുന്ന ആൾക്കാരാണ്, അവരെ നമ്മൾ പെയർ എന്ന് വിളിക്കും. പർച്ചേസർ that entity that selects, contracts and payer healthcare provides on behalf of the payers. ഈ പെയറിന്റെ ബിഹാഫ് ആയിട്ട് ആര് സർവീസിനെ പ്രൊവൈഡർ, the institution or the individual that delivers healthcare services to the patients. അപ്പൊ ആര് ഇത് പ്രൊവൈഡ് ചെയ്യുന്നു, ഇവര് മൂന്ന് പേരും പേഷ്യന്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പെയർ ഉണ്ടോ, ആ പെയറിന്റെ ഓൺ ബിഹാഫ് ആയിട്ട് ഒരു പർച്ചേസർ വർക്ക് ചെയ്യുന്നുണ്ടോ, പിന്നെ ഇത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു ഹോസ്പിറ്റൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ആണ്. ഓക്കെ, അപ്പം ഇതാണ് ഇവരുടെ മൂന്ന് കോമ്പണൻസ് എന്ന് പറയുന്നത്. ഈ മൂന്ന് കോമ്പണൻസിന്റെ റൂൾസ് എന്ന് പറയാം. പെയറിനെ സംബന്ധിച്ച് ഒരു ഫിനാൻസിന്റെ കെയർ ചെയ്യുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇതിലൊരു PMJ പോലെയോ ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ വരും. ഇനി പർച്ചേസറിനെ സംബന്ധിച്ചാണ് ബൈ സർവീസസ് ഓൺ ബിഹാഫ് ഓഫ് ദി പെയർ. ഈ ഇതെല്ലാം വാങ്ങും. ഇപ്പൊ ഇൻഷുറൻസിന്റെ ഇതുപോലെയുള്ള കമ്പനീസ് പോലെ, എംപ്ലോയേഴ്സ് പോലെ, നാഷണൽ ഹെൽത്ത് അതോറിറ്റി, സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റി പോലെയുള്ളവർ, അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗവൺമെന്റ് ആണ് പേ ചെയ്യുന്നത്, അത് ഇവര് വഴിയാണ് പേ ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? അടുത്തത് പ്രൊവൈഡർ, ഡെലിവേഴ്സ് ഹെൽത്ത് കെയർ, ഹോസ്പിറ്റൽ ആവാം, കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ ആവാം, അത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആവാം, എവിടെയും ആവാം, ഹോസ്പിറ്റൽ ഏരിയ. ഇനി നമ്മൾക്ക് ഇതിന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഇംപ്ലിക്കേഷൻ, അത് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് എവിടെയൊക്കെ എടുക്കണം, ഏതൊക്കെ ഏരിയയിൽ നമുക്ക് ഫോക്കസ് ചെയ്യുന്നു. 5 ഏരിയയിൽ ഒന്ന് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്, 2 എക്സ്റ്റേണൽ ക്ലെയിം പ്രോസസ്, ക്വാളിറ്റി അഷ്വറൻസ് സ്ട്രാറ്റജി. 5 കാര്യങ്ങൾ ആണ് ഇംപ്ലിക്കേഷൻസ്. റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് പറഞ്ഞു, ആളുകൾക്ക് അടയ്ക്കുന്നു, ഡോക്ടറെ കാണുന്നു, ഡോക്ടർ മരുന്ന് എഴുതുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, ഇതൊരു സർവീസ് കിട്ടും. ഇതൊരു സൈക്കിളാണ്, റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്. വിച്ച് പർച്ചേസർ നീഡ് ടു ബി, ആർക്ക്
എംപാനൽമെന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇതിനെ പറ്റിയിട്ട് അത്യാവശ്യം എംപാനൽമെന്റിൽ അവർ അലൈൻ ചെയ്യുന്നു PMJAY, പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജന പോലെയുള്ള പർച്ചേസ് സ്കീമുകളിൽ ആളുകൾ കുറച്ച് ഇതിന്റെ ഹൈ അതോറിറ്റീസ് ഉണ്ടോ അവരെ അതിനകത്ത് അസൈൻ ചെയ്തിട്ടുണ്ടോ അവര് ഇതിനകത്ത് കാര്യം അങ്ങനെയുള്ള. പിന്നെ ക്ലെയിം പ്രോസസ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ, അവരാണ് ഈ ഡോക്യുമെന്റേഷൻസ് ഒക്കെ. ഓരോ പർച്ചേസേഴ്സും ക്ലെയിം ചെയ്യുമ്പോൾ പേഷ്യന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് കമ്പനി നമുക്ക് വേണ്ടി ക്ലെയിം ചെയ്യും. ആ ക്ലെയിം ചെയ്യുന്ന സാധനങ്ങളെ ഡോക്യുമെന്റ് ചെയ്യുന്നത് ക്ലെയിം പ്രോസസ്സിംഗ്. ഇനി ക്വാളിറ്റി അഷുറൻസ്, ആളുകൾ ക്വാളിറ്റി പെർഫോമൻസ് ബെഞ്ച്മാർക്ക് മീറ്റ് ചെയ്യുന്നുണ്ടോ, ഫണ്ടിങ് ഒക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടോ, കോൺട്രാക്ടുകളെല്ലാം ക്വാളിറ്റി അഷുറൻസ് നോക്കേണ്ട കാര്യം. സ്ട്രാറ്റജിക് പ്ലാനിങ് ചെയ്യുന്നവര് അവര് ഈ ഫിനാൻഷ്യൽ എങ്ങനെ പ്ലാൻ ചെയ്യും, റിസോഴ്സ് അലോക്കേഷൻ എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വൈസ് ഒന്ന് ചോദിച്ചു നോക്കാം. ആരാണ് പേയർ? ഹോസ്പിറ്റലുകാരാണോ, പേഷ്യന്റ് ആണോ, ഫിനാൻസ് ആണോ, സപ്ലയർ ആണ്? പേയർ എന്ന് പറഞ്ഞത് ഫിനാൻസ് ചെയ്യുന്ന ആളുകൾ, ഒരു എമൗണ്ട് ഫിനാൻസ് ചെയ്യുന്ന ആളുകൾ, അതാരുമായിട്ടെ. റോൾ ഓഫ് എ പർച്ചേസർ, പർച്ചേസർ ഒരു ഇടനിലക്കാരനാണ്. മാനേജ് ഫണ്ട്സ് ആൻഡ് കോൺട്രാക്ട് പ്രൊവൈഡേഴ്സ് ആണ് പർച്ചേസർ. ഇത് പ്രൊവൈഡ് ക്ലിനിക്കൽ കെയർ അല്ല, മാനേജ് ഫണ്ട്സ് ആൻഡ് കോൺട്രാക്ട് പ്രൊവൈഡേഴ്സ് ആയി. PMJAY, പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജന പർച്ചേസർ. ആരുടെ പർച്ചേസറാണ്? നാഷണൽ ഹെൽത്ത് അതോറിറ്റി, സ്റ്റേറ്റ് അതോറിറ്റി പർച്ചേസറാണ്. ആരാണ് പ്രൊവൈഡേഴ്സ്? ആര് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യും? ബാങ്ക് ആണോ, IT ഫേം ആണോ, ഹോസ്പിറ്റൽ ക്ലിനിക് ഡോക്ടേഴ്സ് ആണോ, ഗവൺമെന്റ് ഓഡിറ്റേഴ്സ് ആണോ, ഹോസ്പിറ്റൽ ക്ലിനിക് ഡോക്ടേഴ്സ് ആണോ, അല്ലെ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യും. പെയർ വേഴ്സസ് പർച്ചേസർ എന്ന് വെച്ച് നോക്കുമ്പോൾ എന്താണ് അതിന്റെ ഡിഫറൻസ് എന്ന്? പെയർ എന്ന് പറയുമ്പോൾ ഒരു ഫണ്ടിനെ സപ്ലൈ ചെയ്യും. പർച്ചേസറെ സംബന്ധിച്ച് കിട്ടിയ ഫണ്ട്, ആ പൂൾ ചെയ്ത് കിട്ടിയ ഫണ്ടിനെ അലോക്കേറ്റ് ചെയ്ത് എവിടെ അത് കൊടുക്കണം എന്നുള്ളത് നോക്കുന്നു. അപ്പം ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ, who is the typically the payer is the entity that uses. Role of the purchaser is the to manage funds and providers. PMJAY purchasers are or state health authority, state health authority. Who are the providers? They are the hospital clinic doctors. Payer versus purchaser is the payer that supplies the fund, and purchasers are the allocates and sells them. അപ്പൊ ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായി പഠിക്കും. താങ്ക് യു.